ഇരിങ്ങാലൂടെ പള്ളിപ്പെരുന്നാൾ തുടങ്ങി. വീട്ടിൽ പോയിട്ട് ഓരോന്നിനെ പൊക്കിക്കൊണ്ടുവന്നാണ്. അജ്മലൊക്കെ ഏതങ്ങാട്ട് കട്ടിലടിയിലായിരുന്നു. ഇവിടെ എല്ലാ കൊല്ലം കിട്ടില്ല പരിപാടിയിലും ഇറക്കാറ്. പാട്ടിന് പാട്ട്, കൊട്ടിന് കൊട്ട്, ലൈറ്റിന് ലൈറ്റ്. മുട്ടനാടിനെ ചവിട്ടിക്കാൻ കൊണ്ടുവന്നിട്ടാണ് അവൻ ഈ കിടന്ന് തിരിയണത്. ഈ ചൂട്ടത്ത് കാശ്മീരിൽ ഡ്രസ് ഇടുന്ന പ്രബീഷാണ് ഹീറോ. ഇവൻ പണ്ടേ എങ്ങനെയാണ് തോക്കണ്ട അപ്പ വെടിയേക്കണം. ഇനി ഒരു വെടിയും കൂടെ വെച്ച് ഞങ്ങൾക്ക് വീട്ടിൽ അംഗനവാടി തുടങ്ങാം. ഒരാഴ്ച ഞാൻ 39 വയസ്സാണ് അങ്കിളാണ്. ഉള്ളിൽ ഒരു ഉണ്ണി കമ്മറ്റിക്കാരെ ഭാഗത്തും തെറ്റുണ്ട്. അവർക്ക് എഴുതാൻ അറിയോ, വായിക്കാൻ അറിയില്ല. ഇനി ഒരു ചായ അടിച്ചിട്ടാവും അടുത്ത പരിപാടി. ചൂടുള്ള മുട്ട ഉണ്ട്, അവൻക്ക് അപ്പ തന്നെ എണ്ണാക്കി തിരികണം. മുട്ട എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണ് ഞാൻ ചായ മാത്രം ഒതുക്കി. എത്ര കൂക്കിട്ടാ പൈസ കൊടുക്കാനുള്ള മനസ്സ്. ഇതൊക്കെ ഇത് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. എനിക്ക് സ്റ്റെപ്പ് ഇടാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ പിടിച്ചു. ഹൃതിക് റോഷന്റെ സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞപ്പോ മടയിൽ കല്ലിറക്കാൻ പറഞ്ഞ റോഷന്റെ സ്റ്റെപ്പ് ഇട്ടത്. ഇതിന്റെ ഒരു അവസാനമില്ല ദൈവം. നമ്മൾ ഇതിലില്ല, കണ്ടാൽ മതി. എന്തായാലും പിള്ളേര് നൈസാണ്. ഞാൻ അപ്പളെ പറഞ്ഞല്ലോ ഇവിടെ കളർഫുൾ ആയിക്കുന്നു. പെരുന്നാളോ പൂരോ ക്രിസ്മസോ എന്തായിക്കോട്ടെ. തൃശ്ശൂരാണെങ്കിൽ മുഞ്ച് വേറെ ഉണ്ടാ. ജിമ്മിൽ ഒളിച്ചളിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഒക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കാണിക്കി. പിന്നെ ഒരു അടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരിക്കോളം വെള്ളം കയറണം. ചെറുതാക്കണ്ട, സോഡ സർവത്തന്നെ ആയിക്കോട്ടെ. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കും പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടി കൈമെങ്ങനെ ഇട്ടൊന്നുണ്ട്. ഇയാളത് ഇത്രയും പ്രായമായിട്ട് സ്വർണ്ണക്കടക്കാരൊക്കെ പൂത്തിരെത്തിക്കുന്ന തിരക്കിലാണ്. ഷെഫീർ കാര്യമായിട്ട് പെണ്ണിനെ നോക്കിക്കണമെന്നുണ്ട്. ഇവനാരും മീശ മുതല ദിലീപ ഫുൾ അരഞ്ഞാണത്തുമ്മണ് കളി. ഒരു മൈൽ പീലോളം കിട്ടണ സെറ്റ് അരഞ്ഞോണം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.